Hi friends and families, ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. നിങ്ങൾ കവർ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ പഴമില്ലാതെ എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഹാഫ് കപ്പ് ഷഡ്ഡർ തേങ്ങ എടുത്ത് നെയ്യിൽ വറുത്തെടുക്കണം. ഒരു ഹാഫ് കപ്പ് ശർക്കര എടുത്തിട്ട് ചെറുതാക്കി ഒരു പോട്ടിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം എടുത്ത് അത് ചൂടാക്കി അതിൻ്റെ പാനിയാക്കി നമുക്കെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് പോട്ടിൽ കുറച്ച് മതി തിളപ്പിച്ച് ഇതെല്ലാം ഉരുക്കി ശർക്കര എടുക്കുക, അതിൻ്റെ ലിക്വിഡാക്കി എടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. നമ്മുടെ സൂചി റവ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫൈൻ സൂചിയുടെ ഒരു അര കപ്പ് നമുക്ക് ഈ മിക്സറിലൂടെ ചേർക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങ വറുത്തെടുത്തത് ഈ മാവിൻ്റെ മിക്സറിലൂടെ നമുക്ക് ഇടാം. നമ്മൾ ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഈ പാത്രം എടുത്തിട്ട് അത് ആമസോണിൽ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ അതിൽ ഫില്ല് ചെയ്യുക. എണ്ണ ഈ വരുന്ന സമയത്തിനിടയിൽ നമുക്ക് മെയിൻ ബാറ്റർ ഒന്ന് റെഡിയാക്കി വരാം. മിക്സർ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സർ നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് എല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനി ഇതിൽ നമുക്ക് ചേർക്കാം. അരിച്ച് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ആ പാനി ഒന്നുകൂടെ കഴുകി ഒന്നരിച്ച് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ ഒരു ബാറ്റർ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ ആ മാവ് തയ്യാറാക്കി എടുക്കണം. അതിൽ തന്നെ എടുക്കണം. വലുതായിട്ടൊന്നും പ്രഷറൊന്നും വേണ്ട. ഒരു ചെറിയ രീതിയിൽ ആ മിക്സറിൽ വിസ്ക് വെച്ച് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാവ് ഇങ്ങനെ വരും. ചെറുതായിട്ട് ഇങ്ങനെ ഒലിച്ച് ഒരു നൂൽ പരുവത്തിൽ വരും. അപ്പോഴത്തേക്ക് ഇത് റെഡി ആയിക്കാം. മധുരം അത് പോരാന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം. അത് ആവശ്യമുള്ളവർക്ക് മാത്രം. ഇത് തന്നെ നല്ല മധുരമുണ്ട്. ബാറ്റർ ഇപ്പോൾ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. എണ്ണ തിളച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് ഇട്ട് വെക്കുക. അപ്പം ശരിക്കും പൊള്ളി വരുന്നെങ്കിൽ എണ്ണ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്റർ ആ കളത്തിൽ ഓരോന്ന് ചെറിയ സ്പൂൺ വെച്ച് ഇടുക. അതിൻ്റെ ലെവലിൽ മാത്രം ഒഴിച്ച്
എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഓരോന്നിനും ഒഴിച്ച് ശരിയാക്കി എടുക്കാം. അപ്പോൾ വെന്തോന്ന് നോക്കാൻ വേണ്ടി ഒരു ചെറുതായ ഇപ്പോൾ നമ്മൾ ഫോർക്കാണ് ഉപയോഗിച്ചത്, ഒരു കമ്പി വെച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. ഓക്കെ ആണെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അടിഭാഗം നല്ലപോലെ ഒരു ബ്രൗണിഷ് കളർ വരികയാണെങ്കിൽ നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് ആദ്യം ഇട്ടത് മറിച്ച് ഇട്ട് വേവിച്ച് ബാക്കി മറു സൈഡ് വേവിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിൽ മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ലതുപോലെ ശരിയായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഏതാണ്ട് റെഡിയായെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു എണ്ണ വാർന്നു പോകാൻ വേണ്ടി ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുക. അപ്പോഴത്തേക്ക് നമുക്ക് അത് എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വളരെ ലഘുവായിട്ടുള്ള റെസിപ്പിയിൽ ചെയ്തെടുത്ത ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.